ഉയർത്തിയിരിക്കുന്നു ലീഡ്. കെ സുധാകരൻ 7233 വോട്ടുകൾക്കും KC വേണുഗോപാൽ 9201 വോട്ടുകൾക്കും ലീഡ് ചെയ്യുമ്പോൾ ആലപ്പുഴയിലെ ആരിഫാണ് രണ്ടാമത്, ശോഭ മൂന്നാമത്. 9000-ൽ പരം വോട്ടുകൾക്ക് അമേഠിയിൽ പിന്നിൽ. കാസർഗോഡ് 1024 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് 1024 വോട്ടുകൾക്ക് LDF. ശശി തരൂർ തിരുവനന്തപുരത്തെ ലീഡ് 1230. ഇന്ത്യ മുന്നണിയുടെ ലീഡ്. ഇന്ത്യ മുന്നണിയും NDA തമ്മിൽ വീണ്ടും ഇഞ്ചോടിച്ച് പോരാട്ടം. NDA 268, ഇന്ത്യ മുന്നണി 266. ആലത്തൂരിലെ LDFന്റെ ലീഡ് കുതിച്ചുയരുകയാണ് 4194. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു 626 വോട്ടുകൾക്ക്. 626 വോട്ടുകൾക്ക് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആറ്റിങ്ങലിൽ. ഇടുക്കിയിൽ ഡീന്റെ ലീഡ് പിന്നെ വടകരയിലെ ഷാഫി 5 അക്കം കടത്തിയിരിക്കുന്നു. 1013 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ. വടകരയിലെ ഷാഫി പറമ്പിൽ 1013 വോട്ടുകൾക്ക് മുന്നിലാണ്. രണ്ടാം റൗണ്ട് എണ്ണുമ്പോഴാണ് ഈ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഷാഫി പറമ്പിൽ 1013 5 അക്കം കടത്തിയിരിക്കുന്നു. ഹൈബിയും ലീഡ് ഉയർത്തിയാണ്. ഹൈബീഡിന്റെ ലീഡ് 26076 വോട്ടിന്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് ആലത്തൂരിലെ LDF ആണ് 4194 വോട്ടുകൾക്ക്. എവിടെ പോയി 400 സീറ്റ്? എവിടെ പോയി 370 സീറ്റ്? എവിടെ പോയി 350 സീറ്റ്? എന്തൊരു മുന്നേറ്റമാണ് നോക്കൂ. ഇവിടെ ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാക്കുന്നോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. ഇനിയിപ്പോ 200-ന് മുകളിൽ 300-ന് മുകളിൽ നിങ്ങൾ കടക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇന്ത്യൻ ജനത അതിശക്തമായ പ്രതിരോധം തീർത്തിരിക്കുന്നു. മോഡിയുടെയും അമിത്ഷായുടെയും ഒരു പ്രചാരണവും വിലപ്പോയിട്ടില്ല. വിലക്കയറ്റത്തിനെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ, അനാവശ്യമായ വർഗീയ വിദ്വേഷത്തിനെതിരെ ഇന്ത്യൻ ജനതയിൽ നല്ലൊരു ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഈ മുന്നേറ്റം നേടുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഈ മണിക്കൂറിൽ നിങ്ങളോട് പറയാനുള്ളത് വലിയ പ്രതിരോധം ഉണ്ടായിരിക്കുന്നു. കടുത്ത മത്സരമാണ്. 39 സീറ്റിൽ ഇന്ത്യ മുന്നണി, 40 സീറ്റിൽ NDA, BSP 1. പത്തനംതിട്ടയിൽ UDF ആണ് മുന്നില്. തുടർച്ചയായി ലീഡ് ചെയ്യുകയാണ് ആന്റോ ആന്റണി 4559 വോട്ടുകൾക്ക്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മുന്നിലാണ്. പത്തനംതിട്ടയിലെ ആന്റോ ആന്റണിയാണ് 4559 വോട്ടുകൾക്ക് ആന്റോ ആന്റണി മുന്നിലെത്തിയിരിക്കുന്നു. എറണാകുളത്ത് ഹൈബീഡൻ 400,000 നിലനിർത്തുന്നു. മലപ്പുറത്ത് ET 34,000 നിലനിർത്തുന്നു. അരുൺകുമാർ മാവേലിക്കരയിൽ 1242 വോട്ടുകൾക്ക് മുന്നിലാണ്. മാവേലിക്കരയിലെ അരുൺകുമാർ. അമ്രാറാം രാജസ്ഥാനിലെ സീറ്റിലെ 4000. സുരേഷ് ഗോപി 1854 വോട്ടിന് നോക്കൂ. സുരേഷ് ഗോപി സംശയാതീതമായി അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇതാ ലോക്സഭാ മണ്ഡലത്തിൽ സംശയാതീതമായി ലീഡ് ഉയർത്തുകയാണ് 15,854 വോട്ടുകൾക്ക്. രാജീവ് ചന്ദ്രശേഖർ വളരെ പിന്നിലാണ്. സുരേഷ് ഗോപി മുന്നിലാണ്. സുരേഷ് ഗോപി തന്നെയാണ് BJPയുടെ 1-ാം നമ്പർ സീറ്റായ തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. കണ്ണൂരിൽ കെ സുധാകരൻ 8943 വോട്ടുകൾക്ക് മുന്നിൽ. സുധാകരൻ ലീഡ് ചെയ്യുകയാണ് 8943 വോട്ടുകളിൽ. ഹരിയാനയിൽ BJPക്ക് തിരിച്ചടി. കോൺഗ്രസ് 5 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 5 സീറ്റിൽ, BJP 4 സീറ്റിൽ. ശക്തമായ മത്സരമാണ്. ഇന്ത്യ മുന്നണി 270-ലേക്ക് എത്തിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തിയിരിക്കുന്നു ഇന്ത്യ ബ്ലോക്ക്. കോഴിക്കോട് MK രാഘവൻ വീണ്ടും ലീഡ് ഉയർത്തിയിരിക്കുന്നു 14,534 വോട്ടുകൾക്ക്. മാവേലിക്കരയിൽ അരുൺകുമാർ 1189 ലീഡ് ഉയർത്തിയിരിക്കുന്നു. അരുൺകുമാർ മാവേലിക്കരയിൽ 1189 ലീഡ് ഉയർത്തിയിരിക്കുന്നു. MK രാഘവൻ കോഴിക്കോട് 14,534. 10 മണിയാകുമ്പോൾ വാരണാസിയിലെ മോദിയുടെ ലീഡ് നോക്കൂ 463 വോട്ട്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 57,191. വയനാടിന്റെ മുത്താണ് രാഹുൽ ഗാന്ധി. വയനാടിന്റെ മുത്ത്. നോക്കൂ, ഏറ്റവും അതാണ് രാജ്യത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് രാജ്യത്തൊരു പ്രതിപക്ഷത്തിന്റെ ആവശ്യകതയെ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു മുന്നേറ്റം രാഹുൽ ഗാന്ധിക്ക് കാഴ്ചവെക്കാൻ കഴിയും. നരേന്ദ്രമോദി, നിങ്ങൾ ഭയക്കണം. ഇന്ത്യയിൽ നല്ലൊരു വിഭാഗം ജനങ്ങൾ നിങ്ങൾക്കെതിരായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാറ്റുമാറി വീശി തുടങ്ങിയിരിക്കുന്നു. സ്വയം ദൈവമായി KC വേണുഗോപാൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 10,000 കടത്തിയിരിക്കുന്നു KC വേണുഗോപാൽ. KCയുടെ ലീഡ്